ഇപ്പൊ തറവാട് റെനോവേറ്റ് ചെയ്തതാണ് നമ്മൾ. അവിടെ നിൽക്കൂ. വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ വാഴാലിക്കാവിൽ പോകുന്നു. നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. യെസ്. ഇന്ന് അത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് അമ്മൂമ്മേന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ഏത് കുട്ടിയെ പോവാ? അമ്പൂറ്റിയെ കാണാൻ പോവാണോ? എല്ലാരും കൂടി അമ്പൂറ്റിയെ കാണാൻ. അപ്പൊ നമുക്ക് അമ്പലത്തില് പോവാ. ഗുഡ് മോർണിംഗ് മണിക്കുട്ട. ഗുഡ് മോർണിംഗ്. ഹായ് വൈഗു. നല്ല ഭംഗിയുണ്ടല്ലോ. പൈങ്കുളം എന്ന് പറഞ്ഞാൽ നല്ല ഏഴക്കോട് മനയിലെ മേൽശാന്തിമാര് സതീശൻ നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി, ഇവരൊക്കെ ഗുരുവായൂരിലും ശബരിമലയിലൊക്കെ മേൽശാന്തിമാരായിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ കുറേ മനകളുണ്ട്, 2-3 മനകളുണ്ട്. കൂടലാറ്റൂർ മന, ഏഴിക്കോട് മന, അങ്ങനെ പ്രസിദ്ധി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ പൈങ്കുളം. കോൺവെന്റിൽ നിന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പ്രദോഷത്തിന് വേണ്ടി ഞങ്ങളെ ഓടിക്കും അച്ഛനും അമ്മയും. എന്നിട്ട് ഈ വഴിയൊക്കെ ഞങ്ങൾ നടന്നു വരും. അന്ന് ഇവിടെ ഒന്നും റോഡല്ല കേട്ടോ, ഫുൾ കല്ലും തൊക്കെയാണ്. എന്നാലും ഞങ്ങൾ ഓടി ഓടി, ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. പല വഴികളുണ്ട് വരാൻ, പല വഴികളുണ്ട്. സ്വയംഭൂവായിട്ടുള്ള ശിവനാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആറാട്ട് കുളിക്കും. നല്ല അമ്പലമാണ് തിരുവഞ്ചക്കുഴി. തിരുവഞ്ചക്കുഴി മഹാദേവ ക്ഷേത്രം. തിരുവഞ്ചക്കുഴി മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്തുമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. പാഞ്ഞാൾ തിരുവഞ്ചക്കുഴി ശിവക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി, പിതൃതർപ്പണം എന്നീ ആചാരങ്ങൾ നടത്തിവരുന്നു. നൂറുകണക്കിന് ഭക്തർ അവരുടെ പിതൃക്കളുടെ ഓർമ്മയ്ക്കായി ഇവിടെ ക്ഷേത്രത്തിലെത്തി കുടുംബത്തിലെ മരിച്ച പിതൃക്കൾക്ക് പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും നടത്തിവരുന്നു. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ശിവനെ കിരാതമൂർത്തിയായി കിഴക്കോട്ട് നോക്കുന്ന സ്വയംഭൂ വിഗ്രഹമായി ആരാധിക്കുന്നു. പ്രതിദിനം ഒരു പൂജ മാത്രമേ നടക്കുകയുള്ളൂ. ഉപദേവതകളിൽ ഗണപതി, നാഗം, അയ്യപ്പൻ എന്നിവരും ഉൾപ്പെടുന്നു. ശ്രീകോവിൽ ഒരു പാറക്കെട്ടിനുള്ളിലാണ് ഉള്ളത്. കനത്ത മഴക്കാലത്ത് കനത്ത മഴയിൽ വെള്ളം കയറുകയും ശ്രീകോവിൽ മൂടുകയും ചെയ്യാറുണ്ട്. കനത്ത മഴക്കാലത്ത് പൂജാരി പാറക്കെട്ടിന്മേൽ പത്മാസനത്തിൽ ഇരുന്ന് പൂജ നടത്തുന്നു. അഭിഷേകം ചെയ്തു എന്നിട്ട് അവിടെ പോയി കൈ കഴുകണം. പുരോഗമനം ഉണ്ട് കണ്ടോ. തൊഴുതില്ലല്ലോ നാഗങ്ങളെ. കഴിച്ചോളൂ, അമ്മമ്മ വായൽ തരട്ടോ അമ്മമ്മയുടെ കുട്ടിക്ക്. ഈ യാത്ര തൃശ്ശൂരിൽ കാണേണ്ട മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ്. നരസിംഹം, ഒടിയൻ, ചന്ദ്രോത്സവം തുടങ്ങിയ സിനിമകളുടെ ചിത്രീകരണത്തിന് ഈ സ്ഥലം വേദിയായിട്ടുണ്ട്. തൃശ്ശൂർ ടൗൺ സെൻറ്ററിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററും കേരള കലാമണ്ഡലത്തിൽ നിന്ന് 9 കിലോമീറ്ററും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററും അകലെയായ പൈങ്കുളത്ത് സ്ഥിതി ചെയ്യുന്ന വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഒരു വശം കാടും മറ്റേ വശം ഭാരതപ്പുഴയും വയലും എന്ന നിലയിൽ തീർത്ഥാടകരെ ആകർഷിക്കുന്ന മനോഹരമായ അന്തരീക്ഷം ഇവിടെ ലഭ്യമാണ്. കുംഭമാസം അശ്വതി നക്ഷത്രം ദിവസങ്ങളിൽ വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവം ആഘോഷിക്കുന്നു. ക്ഷേത്രം വലതുവശത്തും കൂത്തുമാടം ഇടതുവശത്തുമാണ്. കൂത്തുമാടമുള്ള അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം. അതുപോലെ പ്രശസ്തമായ പാവക്കൂത്ത് കലാപരിപാടി നടത്തുന്ന സ്ഥലമായി ഇതറിയപ്പെടുന്നു.
കൊടയും ഹലോ ഇതാണ് അമ്മേന്റെ നേരെ താഴെയുള്ള അനിയത്തി ഞങ്ങളുടെ സ്വന്തം ലളിതമേമ്മ. ലളിതമേമ്മ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ തറവാട്ടിലാണ്. എന്റെ അച്ഛനും അമ്മയുടെ വീടാണ്. ഇത് പവിഴമല്ലിപ്പൂ. അതൊരു പരിപ്പ്. എന്താ ഇതാണ് പവിഴമല്ലിപ്പൂ. ഈ പവിഴമല്ലിപ്പൂ കൊണ്ട് ഞങ്ങള് മാല കോർത്ത് കളിക്കും. പിന്നെ ഞങ്ങൾ ഇതാ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതിനെ ഞങ്ങൾ ഇങ്ങനെ കളഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഊതും. കണ്ട ഇങ്ങനെ ഊതി കളിക്കും. ചെറുപ്പത്തില് ഞങ്ങളിത് ഇങ്ങനെ വാഴയുടെ നാര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കോർത്ത് മാലയൊക്കെ ഉണ്ടാക്കും. ഇതുകൊണ്ട് കുട്ടി വെച്ചോളൂ. മതിയോ? കോട്ടയവൻ കളിക്കാം. ഇത് കുത്തും. എന്നിട്ട് പൂ കൊണ്ട് വൈകൂ. ഇത് അതൊക്കെ ചെയ്യണം. അത് പൊട്ടരുത്. അപ്പൊ ഊതും. അമ്മ, ഈ വാഴാലിക്കാവ് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയായിരുന്നു? ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു? അമ്പലത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല മണിക്കുട്ട. അമ്പലം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മതിൽ കെട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പുരോഗമനം എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ടെന്ന് പറയുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കുട്ടിയിൽ അമ്മയുടെ പിന്നാലെ ഞങ്ങൾ നടന്നിട്ടാണ് വാഴാലിക്കാവിലേക്ക് പോവുക. പിന്നെ ചെമ്പില് ഞങ്ങൾ അരി, ശർക്കര, പിന്നെ തേങ്ങ, വിറക് ഇതൊക്കെ കൂടി തലയിൽ ഏറ്റിയിട്ട് അമ്മമ്മ ഏറ്റിയിട്ട് ഞങ്ങൾ അമ്മമ്മയുടെ പിന്നാലെ പോകും. പോയി കഴിഞ്ഞ് ഞങ്ങള് ഈ വെളിച്ചപ്പാടിന്റെ ഇത് കഴിയുന്ന വരെ, പാട്ട് കഴിയുന്ന വരെ വെളിച്ചപ്പാട് ഒഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരെ അവിടെ ഇങ്ങനെ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പായസം കഴിക്കാനുള്ളൊരു എല്ലാവർക്കും. പക്ഷെ ചൂടല്ലേ. പിന്നെ എന്നിട്ട് ഞങ്ങൾ വേഗം അവിടുന്ന് ഇവിടെ തിരിച്ചു വരുമ്പോഴും ഞങ്ങളൊന്നും ഓട്ടോറിക്ഷ ഇല്ല, ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. പാവം അമ്മയും ഇത് തലയിൽ വെച്ച് അപ്പൊ കരിയൊക്കെ ഉണ്ടാവും. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ചെമ്പിൽ തന്നെയാണ് അവര് പായസം വെക്കുന്നത്. ആ ചെമ്പിൽ തന്നെ പായസം വെച്ച് ഓരോരുത്തരുടെയും ചെമ്പ് അതുപോലെ കൊണ്ടുപോയി വെച്ച് അതിൽ പായസം വെച്ച് ഭഗവതിക്ക് നേദിച്ച് മുത്തിക്ക് നേദിച്ചിട്ടാണ് നമുക്ക് ആ പാത്രം തരുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ കരിയൊക്കെ ഉണ്ടാവും. അപ്പൊ തെരിക എന്ന് പറയും. അപ്പൊ അതിന്റെ അടിയിൽ തെരികയൊക്കെ വെച്ച് തലയിൽ വെച്ച് അത് ചുമന്നിട്ടാണ് അത് ഇങ്ങനെ എഴുതിയിട്ടാ വരിക. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണോ പായസം കഴിക്കാനുള്ള. അത് മാസത്തിൽ ഒരു പ്രാവശ്യം പോകുമ്പോ അതെ, അതാണ് അന്നത്തെ വാഴാലിക്കാവിലേക്ക് കാര്യങ്ങൾ. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം അങ്ങനെയൊന്നും അല്ലല്ലോ. പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചീട്ടാക്കിയ പായസം കിട്ടും, കൊണ്ടുവരാൻ കഴിക്കാം. ഞങ്ങള് തൊഴുതിറങ്ങിയപ്പോ അവിടെ 2 തരം പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പാൽപായസം, ഇടിച്ചു പിഴിഞ്ഞ പായസം അവിടെ ഒരു അഷ്ടമംഗലി പ്രശ്നം കഴിഞ്ഞപ്പോ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾക്ക് ഇന്ന് അത് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. എല്ലാവർക്കും അതുപോലെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മുത്തിയുടെ കുന്നത്തങ്ങാടി വന്നപ്പോഴേക്കും ആമേ ഫസ്റ്റ് വേണം. ഉണ്ണിക്ക് വേണം പൂവ്? വേണം. കണ്ടുണ്ടോ പൂവ് കാണാൻ? പണ്ട് മുത്തി, എൻ്റെ അമ്മൂമ്മ, അതായത് വൈകുവിൻ്റെ മുത്തിയൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, മുത്തച്ഛനൊക്കെ. അത് പിന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്തു. അപ്പോൾ ഈ വന്നിരിക്കുന്നത് നമ്മൾ വല്യമ്മേൻ്റെ വീട്ടിലേക്ക്.
ഈ 6 മാസം ചെടി 6 മാസം വരെ ആ പൂ നിൽക്കും. പിന്നെ അതിൽ കൃഷ്ണകിരീടം എന്ന് പറയും ചില സ്ഥലത്തൊക്കെ. അത് കുറേ നാളിങ്ങനെ ആ പൂ നിൽക്കും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മമ്മേൻ്റെ മൂത്ത മകള്, എൻ്റെ വലിയ അമ്മ. ആ തോട് കേട്ടോ, ഈ തോട് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ പാടത്ത് വെള്ളം വരണത് നോക്കിയിരിക്കും. അപ്പൊ ഞങ്ങളുടെ പടിയില് എത്ര സ്റ്റെപ്പ് ഉണ്ട്, വെള്ളം എത്ര സ്റ്റെപ്പ് വരുന്നെന്ന് ഞങ്ങൾ നോക്കും. തോടും പാടും ഒന്നായിരിക്കും. അപ്പൊ നല്ല രസമാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ. ഞങ്ങള് തറവാട് വീടിന്റെ പടിക്കല് വന്ന് ഇങ്ങനെ നോക്കും. ഇതും ഒരു മൂവി ലൊക്കേഷനാണ്. ഇത് മൂവി ലൊക്കേഷൻ. പാലേട്ടനില് ഓടുന്ന സ്ഥലം, മോഹൻലാൽ ഓടുന്നുണ്ടല്ലോ. പിന്നെ ഈ മരവും അത് വിളിച്ചോടുന്ന സ്ഥലം, ഇതും അത്. ഈ പാടത്താണ് നമ്മുടെ പാഞ്ഞാള് യാഗം നടക്കുന്ന ഭൂമിയാണ്. പാഞ്ഞാള് യാഗഭൂമി, ലക്ഷ്മി നാരായണ ക്ഷേത്രം. Best place on India. Guys, Tourist destination. Tourist destination ആണ് in guys. Kerala, India. സുരേഷ് ഗോപി ജയിച്ചത് ഇവിടെയാണ് ഗായ്സ്. Yeah. കുണ്ടുമണി സെന്ററിൽ ഇരിക്കണ പോലെ ഉണ്ട്. അജ്യോതിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങി തരട്ടെ? എനിക്ക് സ്പെഷ്യൽ ഇന്ന് നോർത്ത് ഇന്ത്യൻ താലി മതി. അമ്മടി ചിഞ്ചിണ്ടാക്കടി. അമ്മ തരും. അതാണ് ഗോപി മഞ്ചൂരിയൻ. Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. വടിയിൽ കേക്ക് ഉണ്ട്. ഈ കേക്കാണ് ബ്ലാക്ക് കളർ. Happy birthday. ഇവിടെ അത് ബട്ടർ സ്കോച്ച് ഇല്ല അവിടെ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ജീരകം തിന്നണത് എടുത്ത് കണ്ട. ജൂലൈയിൽ സ്കൂളിൽ പോയില്ല. 2 years കഴിഞ്ഞിട്ട് പോകും. അല്ല, പ്രോബബ്ലി 1 year. വേദുന്റെ ബർത്ത്ഡേ ഡിസംബർ. വിൻഡ് ഇങ്ങനെ കറങ്ങുമ്പോൾ ആ മഴവെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യും കണ്ടോ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ജൂലൈ 19 ഞങ്ങളുടെ അമ്മക്കിളിയുടെ ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങൾ. രാവിലെ മൊത്തം അമ്പലങ്ങളിൽ പോയി, വൈകുന്നേരം ഞങ്ങൾ തൃശ്ശൂർ ടൗണിലൊക്കെ പോയി ഒന്ന് ആഘോഷിച്ചു വന്നു. ഇന്ന് കർക്കിടക മാസം പൂയ നക്ഷത്രം, അമ്മയുടെ ജന്മദിനമാണ്. ഒരായിരം ജന്മദിനാശംസകൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ വെക്കാനും മറക്കരുത്. ബൈ.